ഇന്നത്തെ കാലത്ത് എല്ലാവരും അവരവരുടെ തിരക്കേറിയ ജീവിതത്തിന് പിന്നാലെ ഓടുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഈ കാലത്ത് നൂർദ് മാത ക്യാൻസർ കെയർ പോലുള്ള ഒരു സ്ഥാപനത്തിൽ വന്ന് അവിടുത്തുള്ള രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ ഒന്ന് കേട്ടിരിക്കാനും അവരെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, സെബാസ്റ്റ്യൻ സാർ. സാറ് ഭയങ്കര ഒരു ബിസി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാവിലെയൊന്നും രാത്രിയൊന്നും ഇതില്ലാണ്ട് ഒരുപാട് തിരക്കേറിയ ജീവിതത്തിലൂടെയാണ് സാറ് കടന്നു പോകുന്നത്. പക്ഷെ ഇവിടുത്തെ മോബിനച്ചൻ പറഞ്ഞ പോലെ സാറ് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാർ ഓടി വരും. ഇവിടുത്തെ രോഗികൾ എന്ത് പ്രശ്നം പറഞ്ഞാലും സാർ അത് എത്രയും വേഗം സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റും അത്രയും വേഗം സാറ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എന്താണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഇൻസ്പയറിംഗ് എന്ന് പറയാനൊന്നുമില്ല. കാരണം ഞാനിവിടെ ഈ സ്ഥാപനത്തിൽ ഞാനൊരു 2010 തൊട്ട് ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് സോണിയച്ചനായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ സോണിയച്ചൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മളിങ്ങനെ പേഷ്യൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ കഞ്ഞിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അതിനൊരു ഹെൽപ്പിന് വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കയറിയതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് 3 മണിക്ക് ഒരു 100-200 പേർക്ക് നമ്മൾ കഞ്ഞി വിളമ്പുമായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടെ ഒരു ഇൻസ്പിറേഷനായി, ഓക്കെ ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്താണ് സോണിയച്ചൻ ഈ ലൂർദ് മാത ക്യാൻസർ സെൻ്ററിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇവിടുത്തെ സ്ഥലമൊക്കെ മേടിച്ചു. അതിനുശേഷം റോണിയച്ചനാണ് ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ റോണിയച്ചൻ്റെ ചുമതല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് പണിയണം, എന്നിട്ട് പേഷ്യൻസിന് നീഡി ആയിട്ടുള്ള പേഷ്യൻസ്, ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫ്രീ ഫുഡും അക്കോമഡേഷനും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണത് ബേസിക്കലി. അപ്പോൾ അപ്പോൾ റോണിയച്ചനായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ്ലി ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ റോണിയച്ചൻ പറഞ്ഞു, ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് റൈസിങ് ഇവൻറ്റ് നമ്മൾക്ക് ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഞാൻ ആക്റ്റീവായിട്ട് ഇൻവോൾവായി. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മൾ മറ്റേ കോട്ടയം നസീറിൻ്റെ ഇവൻറ്റ്, പിന്നെ ബാലഭാസ്കറിൻ്റെ ഇവൻറ്റിലൊക്കെ ഐ വാസ് വെരി ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദാറ്റ് ആൻഡ് ഇറ്റ് വാസ് എ ബിഗ് ഇൻസ്പിറേഷൻ ഫോർ മീ. അപ്പോൾ റോണിയച്ചൻ എന്നെ കുറച്ചും കൂടെയും ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ആ സമയത്ത് നമുക്ക് ഇവിടെ വരുന്ന പേഷ്യൻസിന് ബ്ലഡിൻ്റെ റിക്വയർമെൻറ്റും ഇഷ്യൂ ആയിരുന്നു. ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു സോഷ്യൽ വർക്കർ ഉണ്ടായിരുന്നു, ജോർജ് ഊട്ടി, അത് റോണിയച്ചൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി ഒരു ബ്ലഡ് ഗ്രൂപ്പ് അസോസിയേഷൻ പോലെ സ്റ്റാർട്ട് ചെയ്ത്, ഞാനും ഉണ്ടായിരുന്നു, ആ ഫസ്റ്റ് മെമ്പറായിരുന്നു ഞാൻ ജോർജ് ഊട്ടി, പിന്നെ രതീഷ് എന്ന് പറഞ്ഞൊരു പുള്ളി നല്ലൊരു ഇൻസ്പയറിങ് ഫിഗറാണ് ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഇതിൽ. അപ്പോൾ ഞങ്ങൾ 2016 വി സ്റ്റാർട്ടഡ് ഓഫ് ആൻഡ് ഐ നെയിംഡ് ദാറ്റ് ആസ് BDAYS, BDAYS, ബ്ലഡ് ഡോണേഴ്സ് അറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഈ 2024 വരെ ഞങ്ങളൊരു 4000 പേഷ്യൻസിനെ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ 2-3 പേര് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 60 മെമ്പേഴ്സ് ഉണ്ട് അതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പേഷ്യൻസിനെ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യാൻ പറ്റുമ്പോൾ ആ കിട്ടുന്ന ഒരു എനർജി, അതാണ് again it actually activates your inspiration. സാറിന് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും എല്ലാവരുടെയും പേരറിയാം, അത്രയും ക്ലോസ് ആണ് സാർ. ഞാൻ പേഷ്യൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യും. എനിക്ക് എല്ലാവരെയും പേരൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പേഷ്യൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ മോബിനച്ചൻ വന്നേ പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എവറി സാറ്റർഡേ ഞാൻ ഇവിടെ വരും. അപ്പോൾ ഇവിടുത്തെ മദറുണ്ട്, മറ്റേ നേരത്തെ ഇപ്പം നിർമ്മല സിസ്റ്ററാണ്, ഇതിനു മുമ്പുള്ള തെരേസ സിസ്റ്റർ, ഇവരൊക്കെ ഉള്ളപ്പോൾ ഇവർ പറയും ഇങ്ങനെ കുറേ പേഷ്യൻസ് ഉണ്ട് ഇവിടെ, ദേ ആർ ഫിനാൻഷ്യലി റിയലി ബ്രോക്ക്. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന പേഷ്യൻസ് ഇത് ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് ഈ RCCയിൽ വരുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരായിട്ട് സംസാരിക്കുമ്പോൾ. ഇവിടെ വരുന്ന പേഷ്യൻസ് എല്ലാവരും ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി ബ്രോക്കായിട്ട് വരുന്നതാണ്. കാരണം ഇതാണ് അവർ മറ്റുള്ള നല്ല ഹോസ്പിറ്റൽസിൽ പോയിട്ട് എല്ലാം ചിലവാക്കി അവരെ വീടും വസ്തു ഒക്കെ വിറ്റ് അവർ കംപ്ലീറ്റ് പാപ്പറായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നിട്ടും അത് ട്രീറ്റ്മെൻറ്റ് ശരിയാവാത്ത കാരണം അവർ ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് RCCയിൽ ഫ്രീ ആയിരിക്കും, കാരണം BPL ഫാമിലീസ്. അപ്പം അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ നമ്മൾ ഫ്രീ അക്കോമഡേഷനും ഫുഡും എന്ന് പറയുമ്പോൾ അതാണ് അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തിട്ടുള്ള കാര്യം അതാണ്. കാരണം പല ചാരിറ്റബിൾ ട്രസ്റ്റിൽ പോയാലും ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടില്ല, ഞാൻ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടും അവിടുത്തെ ഫുഡ് ആണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് വെക്കുന്ന സ്ഥലമാണെങ്കിലും
ഭയങ്കര വൃത്തിശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടുത്തെ ഹൈജീൻ ഒന്ന് നോക്ക്. സത്യം കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കുന്നതൊക്കെയാണ് ഭയങ്കര ക്ലീൻനെസ്. അത് നമ്മുടെ ഇവിടെ രണ്ടു മൂന്ന് നമ്മൾ ഓണം പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മുടെ കുറെ VIP വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് അവർ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടുത്തെ ഹൈജീൻ, എസ്പെഷ്യലി ദ കിച്ചൺ ഏരിയയിലെ ഹൈജീൻ. അത് സമ്മതിക്കണം. ഇവിടുത്തെ പേഷ്യൻസിന് കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ് അത് ഇവിടുത്തെ ഡയറക്ടർ അച്ഛനും മദറിനെയാണ് അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അതേ വെരി സ്ട്രിക്റ്റ് അബൌട്ട് ഇറ്റ്. കാരണം അത് അങ്ങനെ ആവണം. അത് കാരണം പേഷ്യൻസിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കണ്ടാമിനേഷൻ, ഫുഡ് കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പേഷ്യൻസ് ഭയങ്കര വൾണറബിൾ ആണ്. അവർക്ക് വേറെ എന്തെങ്കിലും അസുഖം വന്നാലോ, ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ആ ഹൈജീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അന്ന് മദർ പറഞ്ഞു ഇവർക്ക് ഈ ക്യാൻസർ റിലേറ്റഡ് മെഡിസിൻസ് എല്ലാം ഇവർക്ക് കൂടുതലും ഇവർ ചിലപ്പോൾ ഹാർട്ട് പേഷ്യൻസ് ആയിരിക്കും, ഡയബറ്റിക് പേഷ്യൻസ്. അപ്പോൾ ഇവർക്ക് അങ്ങനത്തെ മെഡിസിൻസ് കുറേ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അത് അവർ പുറത്തു പോയി കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. പക്ഷേ ക്യാൻസർ റിലേറ്റഡ് പിൽസൊക്കെ RCCയിൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിന് അവർക്ക് കുറേ നല്ല ചിലവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു മെഡിക്കൽ എയ്ഡ് ഒരു ഫണ്ട് പോലെ എഗെയിൻ ക്രിയേറ്റ് ചെയ്തു നമ്മൾ. എന്നിട്ട് ഇവിടുത്തെ ഒരു കാരുണ്യ മെഡിക്കൽസായിട്ട് ടൈപ്പ് ചെയ്ത് അവർ കുറച്ച് നല്ല ഡിസ്കൗണ്ടിൽ മെഡിസിൻസ് തരും. അപ്പോൾ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞേച്ചു മതി. അപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ മദർ എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ വല്ല മെഡിസിൻസിൻ്റെ ആവശ്യം അതെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് മാസത്തിലൊരിക്കലും ഒരു ഓൾമോസ്റ്റ് ഒരു ആവറേജ് ഒരു 10,000 പെർ മന്ത് വർത്ത് മെഡിസിൻസ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള. അപ്പോൾ അത് നമ്മളൊരു ലാസ്റ്റ് 1 year ആയിട്ട് നമ്മളത് റൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ബാക്ക് എൻഡിൽ ഞാൻ ഇതിൽ ഇൻവോൾവ് ആണ്. മദറായിട്ട് ഇന്ററാക്ട് ചെയ്യും, അച്ഛനായിട്ട് ഇന്ററാക്ട് ചെയ്യും. പറഞ്ഞായിരുന്നു സാർ ഇപ്പൊ ഇത്രയും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ്, പക്ഷെ എന്നാലും സാർ ഏറ്റവും പുറകിലേ പോയി നിൽക്കത്തുള്ളൂ. അല്ലല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കൂടുതലായും ഇതിൽ വരേണ്ട കാര്യമില്ല. നമ്മൾ ബേസിക്കലി നമുക്ക് ഒരാളെ പേഷ്യൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് ആ പേഷ്യൻ്റ് വന്നിട്ടോ താങ്ക് യു വെരി മച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്പയർഡായി. ദാറ്റ് ഈസ് എ മോട്ടിവേഷൻ ടു മൂവ് ഫോർവേഡ് വെരി സ്ട്രോങ്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതാണ്.